സുന്ദർ പിച്ചൈ നമ്മൾ കുറെ പേർക്ക് ഒരു വലിയ ഇൻസ്പിറേഷൻ എന്ന് തന്നെ വേണം പറയാൻ. സ്പെഷ്യലി ഈ IT കമ്പനികളിലൊക്കെ ജോലി ചെയ്യുന്നവർക്കൊക്കെ അവരുടെ ജീവിതത്തിൽ സുന്ദർ പിച്ചയെ പോലെ തന്നെ അവർ ജോലി ചെയ്യുന്ന കമ്പനിയിൽ തന്നെ CEO ആകണം എന്ന ആഗ്രഹം കാണും. അത്രയും സക്സസ്ഫുൾ ആയ സുന്ദർ പിച്ചൈനെ ഗൂഗിൾ പുറത്താക്കാൻ പോവാണ്. ആൽഫബറ്റ് അവരുടെ പാരന്റ് കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് സുന്ദർ പിച്ചൈനോട് ദേഷ്യമാണ്. സുന്ദർ പിച്ചൈ എന്ത് തെറ്റാണ് ചെയ്തത്? ഇന്ത്യയില് തമിഴ്നാട്ടില് മധുരയിൽ ജനിച്ച് കുറെ കഷ്ടപ്പെട്ട് IITയിൽ പഠിച്ച് പിന്നെ US പോയി അവിടെയും മാസ്റ്റേഴ്സ് ഒക്കെ ചെയ്ത് വളരെ സക്സസ്ഫുൾ ആയിട്ട് ഇരിക്കുന്ന ഒരു പർട്ടിക്കുലർ പേഴ്സൺ, അദ്ദേഹത്തെ ഇപ്പൊ ഗൂഗിൾ കമ്പനിയിൽ നിന്ന് പുറത്താക്കാൻ പോവാണ് എന്ന രീതിയിൽ പല കാര്യങ്ങൾ ഇന്റർനെറ്റിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ സുന്ദർ പിച്ചൈനെ ഫയർ ചെയ്യാൻ പോവാണോ എന്ന് ചോദിച്ചാൽ അറിയത്തില്ല. ബട്ട് പ്രശ്നം ഒരു വലിയ പ്രശ്നമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ഒരു വലിയ പ്രശ്നമാണ്. അങ്ങനെ എന്ത് പ്രശ്നമാണ് സുന്ദർ പിച്ചൈ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പോകുന്നത്. ബട്ട് അതൊക്കെ നമ്മൾ കാണുന്നതിന് മുന്നേ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് അതൊരു ചെറിയ കാര്യമാണ്, ഒരു ബട്ടൺ പ്രസ് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. ബട്ട് എനിക്ക് ഇതുപോലെ വീഡിയോസ് ഒക്കെ ഇടാൻ അതൊരു വലിയ മോട്ടിവേഷൻ തന്നെയായിരിക്കും. വെൽക്കം ടു ഹാരിസ് ടോക്സ്. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഫസ്റ്റ് നമ്മൾ എല്ലാവരും ChatGPT എന്ന കാര്യത്തെക്കുറിച്ച് കേട്ട് കാണും. ഈ ChatGPT എന്നത് ഇപ്പൊ നമ്മൾ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്താൽ നമുക്ക് ആൻസേഴ്സ് കിട്ടും. ഇപ്പോ അബ്ദുൽ കലാം എന്ന് പറഞ്ഞ് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അബ്ദുൽ കലാമിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഉള്ള കുറെ വെബ്സൈറ്റ്സ് നമുക്ക് കിട്ടും. അതിൽ നമുക്ക് ഏത് വെബ്സൈറ്റിലാണ് കയറി നോക്കണ്ടേ അതിൽ കയറി നോക്കിയാൽ മതി. ഇതിന് പകരം ഒരു ഹ്യൂമനോട് ചോദിക്കുന്ന പോലെ അല്ലെങ്കിൽ നമ്മൾ ഒരു ഫ്രണ്ടിനോട് ചോദിക്കുന്നത് പോലെ ഹൂ ഇസ് അബ്ദുൽ കലാം എന്ന് ChatGPTയോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു റെസ്പോൺസ് തരും ഇമ്മീഡിയറ്റ്ലി വിതിൻ സെക്കൻഡ്സ്. സോ ബേസിക്കലി നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്നതിന് പകരം ഒരാളോട് നമുക്ക് ചാറ്റ് ചെയ്ത് തന്നെ നമുക്ക് ചോദിക്കാൻ പറ്റും. ഇതാണ് ബേസിക്കലി ChatGPT. ഈ ഒരു കാര്യം കണ്ടുപിടിക്കുന്നത് ആരാ എന്ന് വെച്ചാൽ OpenAI എന്നൊരു കമ്പനിയാണ്. ആ കമ്പനിയുടെ ഒരു വലിയ ഇൻവെസ്റ്റർ ആരാ എന്ന് ചോദിച്ചാൽ മൈക്രോസോഫ്റ്റ്. ഇത് ഗൂഗിളിന് കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. എല്ലാവരും എന്താ പ്രതീക്ഷിച്ച എന്ന് വെച്ചാൽ ഗൂഗിൾ ആയിരിക്കും ഈ ലോകത്തെ അടുത്ത വലിയ AI ഇൻവെൻഷൻ കൊണ്ടുവരുന്നത് എന്ന്. ബട്ട് ഗൂഗിൾ അല്ല കൊണ്ടുവന്നത്. അതായത് സുന്ദർ പിച്ചൈ CEO ആയിട്ട് ഇരിക്കുന്ന ആൽഫബറ്റ് എന്ന കമ്പനി അല്ല കൊണ്ടുവന്നത്. അതായത് സുന്ദർ പിച്ചൈ ആദ്യം ഗൂഗിളിന്റെ CEO ആയിരുന്നു, പിന്നെ ആൽഫബറ്റിന്റെ CEO ആയി. ഈ ആൽഫബറ്റ് എന്ന കമ്പനിയിലാണ് ഈ ഗൂഗിള് അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന യൂട്യൂബ്, ജിമെയിൽ അങ്ങനെ ഗൂഗിളിന്റെ എല്ലാ സർവീസസും ഈ ആൽഫബറ്റ് എന്ന കമ്പനിക്കകത്താണ് വരുന്നത്. സോ ബേസിക്കലി മൈക്രോസോഫ്റ്റ് വേഴ്സസ് ഗൂഗിൾ എന്ന ഫൈറ്റ് കുറെ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുവായിരുന്നു. ഇതിൽ എപ്പോഴും ഗൂഗിൾ ആണ് ജയിച്ചുകൊണ്ടിരുന്നത്. അതും ഈ ക്രോം എന്ന് പറയുന്ന ബ്രൗസർ മൈക്രോസോഫ്റ്റിന്റെ എല്ലാ ബ്രൗസേഴ്സിനെയും പിന്തള്ളി കേരിങ് വന്നു. ഇന്റർനെറ്റ് എക്സ്പ്ലോറർ, എഡ്ജ് എല്ലാത്തിനെയും പിന്തള്ളി വന്നതാണ് ക്രോം. ആ ക്രോമിനെ ഉണ്ടാക്കിയത് സുന്ദർ പിച്ചൈയാണ് എന്നാ പറയുന്നത്. അതുകൊണ്ടാണ് ഗൂഗിളിന്റെ ഫൗണ്ടേഴ്സ് അദ്ദേഹത്തെ ഹെഡ് ആക്കിയത്, CEO ആക്കിയത്. കാരണം ക്രോം കണ്ടുപിടിച്ചതുപോലെ തന്നെ അടുത്തതും അദ്ദേഹം തന്നെ കണ്ടുപിടിക്കും എന്ന വിശ്വാസത്തിൽ. ബട്ട് ഗൂഗിളിന്റെ ഹെഡായിട്ട് സുന്ദർ പിച്ചൈ ഉള്ളപ്പോൾ തന്നെ മൈക്രോസോഫ്റ്റ് ഈ ChatGPT എന്ന് പറഞ്ഞ് ചാറ്റ് ചെയ്ത് സെർച്ച് ചെയ്യാൻ പറ്റും എന്ന് കണ്ടുപിടിച്ചു. ഈ ChatGPT വന്നപ്പോൾ തന്നെ ഗൂഗിളിന്റെ ഷെയർ പ്രൈസ് താഴെ വീണു, ഗൂഗിളിന്റെ വാല്യൂ ഇച്ചിരി കുറഞ്ഞു. അപ്പൊ മൈക്രോസോഫ്റ്റ് ഇത് കണ്ടുപിടിച്ചപ്പോഴത്തേക്ക് എല്ലാവരും നേരെ ഗൂഗിളിലേക്കാണ് നോക്കിയത്. കാരണം മൈക്രോസോഫ്റ്റ് ഇത് കണ്ടുപിടിച്ചു, അപ്പൊ നിങ്ങളോ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ പെട്ടെന്ന് ഗൂഗിൾ പറഞ്ഞു, ഹേയ് ഇതൊക്കെ ഞങ്ങൾ 2 വർഷത്തിന് മുന്നേ കണ്ടുപിടിച്ചതാ. ബട്ട് ജനങ്ങൾക്ക് അത് കൊടുത്തു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാനും അത് യൂസ് ചെയ്യാനും ജനങ്ങൾ റെഡി അല്ല എന്ന് ഞങ്ങൾ കരുതി. അതാ ഇത്രയും ദിവസങ്ങളായിട്ട് റിലീസ് ചെയ്യാതിരുന്ന എന്ന് പറഞ്ഞു. ഞങ്ങളുടെ AIയുടെ പേരാണ് ബാർഡ് എന്നും പറഞ്ഞു. ബാർഡിനെ ChatGPT കില്ലർ എന്ന് പറഞ്ഞ് തന്നെ റിലീസും ചെയ്തു. അതായത് ChatGPT മൊത്തത്തിൽ ഇതങ്ങ് തീർക്കും എന്ന് പറഞ്ഞാണ് ഗൂഗിൾ ബാർഡിനെ ലോഞ്ച് ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് ഈ ChatGPT വന്നിരുന്നു എങ്കിലും എല്ലാവർക്കും ഈ ഗൂഗിളിന്റെ ബാർഡിലായിരുന്നു കൂടുതൽ വിശ്വാസം. കാരണം എന്താന്ന് വെച്ചാൽ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മോഡൽസ് ഇല്ലേ, അത് മൊത്തത്തില് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡേറ്റാസിനെ വെച്ചേ ട്രെയിൻ ചെയ്യാൻ പറ്റും. ഈ എന്തിനും സിനിമ ഇല്ലായിരുന്നോ തമിഴില്, രജനികാന്ത് റോബോട്ടായിട്ടൊക്കെ വരുന്നത്. അപ്പൊ ആ സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ ചിറ്റീനെ ട്രെയിൻ ചെയ്യില്ലേ, ഇങ്ങനെ നടക്കണം, അങ്ങനെ ചെയ്യണം, അങ്ങനൊക്കെ. അതൊക്കെ ഇപ്പോ ഓൾറെഡി അറിയാവുന്നവർ പറഞ്ഞു കൊടുക്കണം അല്ലേ. അപ്പൊ ഈ ChatGPTനെ നമുക്ക് എങ്ങനെ ട്രെയിൻ ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ AIനെ നമുക്ക് എങ്ങനെ ട്രെയിൻ ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സിനിമയിൽ കണ്ടതുപോലെ തന്നെ, ആ
റോബോട്ടിന് ഓരോന്നായിട്ട് പറഞ്ഞു കൊടുക്കുന്നില്ലേ, അതുപോലെ ഈ AI-ക്കും ഓരോന്നായിട്ട് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ പറ്റത്തുള്ളൂ. അപ്പോൾ കൂടുതൽ ഡേറ്റാസ് അതിന് കൊടുക്കണം. കൂടുതൽ ഡേറ്റാസ് കൊടുക്കുമ്പോഴേ ഈ AI ഡെവലപ്പ് ആവത്തുള്ളൂ, മനസ്സിലാകത്തുള്ളൂ ഓരോന്നും. ആൻഡ് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഡേറ്റ കളക്ഷൻ ആരുടെ കയ്യിലാണ് ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൂഗിളിന്റെ കയ്യിൽ. അപ്പൊ അവർ ഒരു കാര്യം റിലീസ് ചെയ്യുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും മൈക്രോസോഫ്റ്റിനെക്കാളും അടിപൊളിയായിരിക്കും എന്നല്ലേ എല്ലാവരും പ്രതീക്ഷിക്കുള്ളൂ. അങ്ങനെ അവർ ബാർഡ് റിലീസ് ചെയ്തപ്പോൾ ഒരു ചെറിയ ട്വിസ്റ്റ്. ബാർഡ് AI കുറെ ചോദ്യങ്ങൾക്ക് ഉത്തരം തെറ്റായിട്ട് പറയാൻ തുടങ്ങി. ഇതെന്തുവാ ഇത് തെറ്റായിട്ട് പറയുന്നത് എന്ന് എല്ലാവരും ചിന്തിക്കുക. കാരണം ഗൂഗിൾ എന്തുവാ പറഞ്ഞ, ഇത് ഞങ്ങൾ ഓൾറെഡി 2 വർഷങ്ങൾക്ക് മുന്നേ റെഡിയാക്കിയതാണ്, പക്ഷേ ഇത് ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇത് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമോ എന്ന് സംശയം ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ റിലീസ് ചെയ്യാഞ്ഞ എന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ റിലീസ് ആയപ്പോൾ ഈ ബാർഡ് AI തെറ്റായിട്ട് ആൻസേഴ്സ് ഒക്കെ പറയാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഈ ഗൂഗിളിന്റെ ഷെയർസ് ഇനിയും കുറയാൻ തുടങ്ങി. കാരണം ഇപ്പൊ ഗൂഗിളിന്റെ റവന്യൂ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ, അതായത് ആൽഫബറ്റിന്റെ ടോട്ടൽ റവന്യൂ എവിടെ നിന്നൊക്കെയാണ് അവർക്ക് വരുമാനം കിട്ടുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ 50% ഓഫ് വരുമാനം ഗൂഗിളിന് കിട്ടുന്നത് ഗൂഗിളിൽ നിന്ന് തന്നെയാണ്. അതായത് ഗൂഗിൾ സെർച്ച് എഞ്ചിൻ ഇല്ലേ, അത് യൂസ് ചെയ്താണ്, അതിൽ കാണിക്കുന്ന ആഡ്സ് ഒക്കെ ഇല്ലേ, അത് യൂസ് ചെയ്താണ് ഗൂഗിൾ 50%നും മുകളിൽ വരുമാനം ഉണ്ടാക്കുന്നത്. ബട്ട് മൈക്രോസോഫ്റ്റ് അങ്ങനെയല്ല. ബിങ് ആയിക്കോട്ടെ, അവരുടെ സോഫ്റ്റ്വെയർസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവരുടെ സർവീസസ് ആയിക്കോട്ടെ, ഇതെല്ലാത്തിൽ നിന്നും ഒരേപോലെയുള്ള ഒരു വരുമാനമാണ് അവർക്ക് കിട്ടുന്നത്. സോ ഇത് അവരുടെ ഫീൽഡേ അല്ല, ഇത് മൈക്രോസോഫ്റ്റിന്റെ ഫീൽഡ് അല്ല, ഇത് ഗൂഗിളിന്റെ ഫീൽഡാണ്. ഗൂഗിളിന്റെ ഫീൽഡിൽ ഗൂഗിളിന്റെ ഡേറ്റാസ് ഒക്കെ വെച്ചിട്ട് ഗൂഗിളിനെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം ചാറ്റ് GPT കറക്റ്റ് ആയിട്ട് ചെയ്യുന്നു എന്ന് മനസ്സിലായപ്പോൾ ഗൂഗിളിന്റെ ഷെയർസ് കൂടുതൽ താഴോട്ട് വീഴാൻ തുടങ്ങി. അപ്പൊ പെട്ടെന്ന് ഗൂഗിൾ അതിനെ വിട്ടിട്ട്, അതായത് ബാർഡ് AI-നെ വിട്ടിട്ട് പുതിയ ഒരു AI-നെ ലോഞ്ച് ചെയ്യാൻ തുടങ്ങി. ആ AI-യുടെ പേരാണ് ജെമിനി. ഈ ജെമിനി AI എന്ന് പറയുന്നത് ഇതുപോലെ തന്നെയാണ്. ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ മറുപടി പറയും. ഇങ്ങനൊരു ഔട്ട്പുട്ട് വേണം എന്ന് പറഞ്ഞാൽ കോഡ് എഴുതി തരും. ഇപ്പോൾ ഒരു മുട്ട നിങ്ങളുടെ കയ്യിലുണ്ടെന്നല്ലോ, ഒരു മുട്ട നിങ്ങളുടെ കയ്യിൽ ഇരിക്കുകയാണെങ്കിൽ ആ മുട്ടയുടെ ഫോട്ടോ എടുത്തിട്ട് നമ്മൾ ഈ ജെമിനിക്കകത്തോട്ട് അപ്ലോഡ് ചെയ്തിട്ട് ഇത് വെച്ച് ഞാൻ എന്തുവാ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരും. എങ്ങനെയാണ് ഇതെന്തോ ചെയ്യേണ്ടത്, ഇതെങ്ങനെയാണ് ഓംലെറ്റ് ഉണ്ടാക്കേണ്ടത് എന്ന കാര്യങ്ങളൊക്കെ ആ റെസിപ്പി മൊത്തവും അവർ നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരും. അങ്ങനെ ഭയങ്കര ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ജെമിനി എന്ന സംഭവം ക്രിയേറ്റ് ചെയ്യുന്നു. ഈ ജെമിനി റിലീസ് ആയപ്പോഴും കുറെ പ്രശ്നങ്ങൾ വരുന്നു. ഈ പ്രശ്നങ്ങളാണ് ഇപ്പോ സുന്ദർ പിച്ചയുടെ കരിയറിനെ തന്നെ ഒരു ചോദ്യചിഹ്നമായിട്ട് മാറ്റിയിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ജെമിനി AI വളരെ ബയസ്ഡ് ആയിട്ട് ഇരിക്കുന്നു എന്നതാണ്. ഇപ്പോൾ ജെമിനി AI-യുടെ അടുത്ത് അമേരിക്കയുടെ ഫൗണ്ടിങ് ഫാദേഴ്സ് ആരൊക്കെയാണ് എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ തിരിച്ചതിന്റെ ഫോട്ടോസ് ഒക്കെ അയച്ചു തരും. അപ്പൊ ആ ഫോട്ടോസ് എങ്ങനെയാന്ന് നോക്കി കഴിഞ്ഞാൽ കറുത്ത ആൾക്കാരുടെ ഫോട്ടോസ് ആണ്. ഒരു നേറ്റീവ് അമേരിക്കൻ, ഒരു ഇന്ത്യൻ, ഇവരുടെ ഒക്കെ ഫോട്ടോസ് വെച്ചാണ് അവർ റിട്ടേൺ നമുക്ക് കാണിക്കുന്നത്. ബട്ട് അമേരിക്കയുടെ ഫൗണ്ടിങ് ഫാദേഴ്സ് എല്ലാവരും വൈറ്റ്സ് ആണ്, അത് വെളുത്തിരിക്കുന്ന ആൾക്കാരാണ്. അത് മാത്രമല്ല, ഒരു മിഡീവൽ പീരീഡിലുള്ള ഒരു ബ്രിട്ടീഷ് റൂളറിനെ കാണിക്കാൻ പറഞ്ഞപ്പോൾ ഒരു ഇന്ത്യൻ വുമൻ ഇരുന്ന് സൈൻ ചെയ്യുന്ന പോലെ ഒരു പിക്ചർ വരുന്നു. ഇതൊക്കെ തെറ്റായിട്ടാണോ കാണിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തെറ്റായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. ബട്ട് അതിന്റെ പുറകിൽ ഒരു റീസൺ ഉണ്ട്. അതെന്താണ് ആ റീസൺ എന്ന് വെച്ചാൽ, ഞങ്ങൾ ഇൻക്ലൂസീവ് ആയിട്ട് ഇരിക്കുകയാണ്, ഞങ്ങൾ വെളുത്തിരിക്കുന്ന ആൾക്കാരെ മാത്രം കാണിക്കില്ല, അല്ലെങ്കിൽ ആണുങ്ങളെ മാത്രം കാണിക്കത്തില്ല. ആ ഒരു കോൺസെപ്റ്റിലാണ് ഈ ഒരു മൊത്തം AI മോഡലും ഇരിക്കുന്നത് എന്ന് പറഞ്ഞു. ഇപ്പൊ ഇതിനകത്ത് വേറൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇന്ത്യയിൽ തന്നെ ഒരു വലിയ പ്രശ്നമായിപ്പോയി. അതായത് നമ്മളിപ്പോ ആ AI-നോട്, ജെമിനി AI-നോട് ഒബാമയെ കുറിച്ച് ഒന്ന് പറയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒബാമയെ കുറിച്ച് കാര്യങ്ങളൊക്കെ പറയും. ഒബാമ വളരെ നല്ല ആളാണ്, അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്നു. അതായത് ഒബാമയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന പോലെ സംസാരിക്കും. എന്നാൽ അതേ സമയത്ത് ആ ജെമിനി AI-നോട് മോദിയെ കുറിച്ച് ചോദിച്ചപ്പോഴത്തേക്ക് മോദി വളരെ മോശപ്പെട്ട ഒരാളാണ്, അദ്ദേഹം കൊണ്ടുവന്ന നിയമങ്ങളിനകത്ത് കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെ പറയും. അതേ സമയത്ത് ഉക്രൈന്റെ പ്രൈം മിനിസ്റ്ററെ കുറിച്ച് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ കുറിച്ച് ഇപ്പൊ പറയാൻ മാത്രം ഒന്നുമില്ല, ഹി ഈസ് ഡൂയിങ് ഹിസ് ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു രീതി സംസാരിക്കും. അതായത് ബേസിക്കലി സൈഡ് എടുത്ത് സംസാരിക്കുന്നു. അതായത് ഇന്ന ആളിനെ സപ്പോർട്ട് ചെയ്തിട്ട് ആ ഒരു രീതിയിൽ സംസാരിക്കുന്നു. ഒരു മനുഷ്യൻ ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരാള് ഇന്ന പാർട്ടിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ആളാണെങ്കിൽ ആ വ്യക്തി നാച്ചുറലി ആ പാർട്ടിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും, മറ്റേ വേറെ പാർട്ടിനൊക്കെ എതിർത്ത് സംസാരിക്കും. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാം, ഒരു മനുഷ്യൻ അങ്ങനെ ചെയ്യും. പക്ഷെ ഒരു കമ്പ്യൂട്ടറും ഇങ്ങനെയാ ചെയ്യുന്നത്. അതായത് ഇന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യും, ഇന്ന ആൾക്കാരെ എതിർത്ത് സംസാരിക്കും. ആ ഒരു രീതിയിൽ ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഒരു AI അങ്ങനെ ചിന്തിക്കുന്നു, അങ്ങനെ സംസാരിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ അതൊരു വലിയ പ്രശ്നമാവുകയാണ്. അപ്പൊ അതും കൂടാതെ
ജോർജ് വാഷിങ്ടൺ ഇല്ലേ, അദ്ദേഹത്തിന്റെ ഫോട്ടോ ഒന്ന് കാണിക്കാമോ എന്ന് ആ AI ചോദിച്ചപ്പോഴത്തേക്ക് അവിടെയും ഒരു കറുത്ത ആളുടെ ഫോട്ടോ ആണ് കാണിച്ചത്. അതായത് കറുത്ത ആളുടെ ഫോട്ടോ, മുഖം, പിന്നെ ബാക്കി മുടിയും കാര്യങ്ങളൊക്കെ ജോർജ് വാഷിങ്ടൺ അതേ മുടിയും കാര്യങ്ങളൊക്കെ. അപ്പൊ ഇവർ പറയുന്ന കാരണം എന്തുവാ, ഞങ്ങൾ കറുത്ത ആൾക്കാരെയും അല്ലെങ്കിൽ സ്ത്രീകളെയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, അതുകൊണ്ടാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് അവർ പറഞ്ഞാലും ഓക്കെ. ഇപ്പൊ പുതിയതായിട്ട് എന്തെങ്കിലും നമ്മൾ ചോദിക്കുമ്പോഴത്തേക്ക് ഫ്യൂച്ചറിനെ കുറിച്ചോ അങ്ങനെ എന്തെങ്കിലും ചോദിക്കുമ്പോഴത്തേക്ക് ഓക്കെ, അവർ കാണിക്കുന്ന നമുക്ക് മനസ്സിലാക്കാം. ഇതിപ്പോ ജോർജ് വാഷിങ്ടൺ എങ്ങനെയാ? ജോർജ് വാഷിങ്ടൺ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, അദ്ദേഹം വെളുത്ത ഒരാളാണെന്ന് നമുക്കറിയാം, അമേരിക്ക നമുക്കറിയാം, അദ്ദേഹത്തിന്റെ മുഖം നമുക്കറിയാം, അദ്ദേഹത്തിന്റെ ഫോട്ടോ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഹിസ്റ്ററിയിൽ ചരിത്രത്തിലുള്ള ഒരാളുടെ ഫോട്ടോ ചോദിക്കുമ്പോഴത്തേക്ക് ജോർജ് വാഷിങ്ടൺ കറുത്ത ആളായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ തെറ്റിപ്പോകത്തില്ല, അവിടെ വെളുത്ത ആളായിട്ട് തന്നെ കാണിക്കണ്ടേ, ശരിക്കുള്ള ഫോട്ടോ തന്നെ കാണിക്കണ്ടേ. സോ ഇതൊക്കെ കണ്ടപ്പോൾ ആൾക്കാരൊക്കെ എന്താ പറഞ്ഞ എന്ന് വെച്ചാൽ ഗൂഗിൾ അടുത്ത ജനറേഷനിൽ ഫെയിൽ ആകാൻ പോവാണ് എന്ന്. ഇങ്ങനെ ഇരിക്കുമ്പോൾ സമീർ അറോറ എന്നൊരു വ്യക്തി, ഇദ്ദേഹം ഹേലിയോസ് ക്യാപിറ്റൽ എന്ന കമ്പനിയുടെ ഓണറാണ്. ഇദ്ദേഹം ട്വിറ്ററിൽ സുന്ദർ പിച്ചയുടെ ഫ്യൂച്ചർ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ക്രോമിന് ശേഷം ഗൂഗിൾ അങ്ങനെ വലുതായിട്ടൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. ഓഫ് കോഴ്സ് പിക്സലൊക്കെ വന്നായിരുന്നു, ബട്ട് യെറ്റ് പിക്സലൊന്നും ആപ്പിൾ ആ റേഞ്ചിലൊന്നും അത് വളർന്നില്ലായിരുന്നു. അപ്പൊ അദ്ദേഹം എന്താ പറഞ്ഞു വെച്ചാൽ, മൈ ഗെസ് ഇസ് ഹി വിൽ ബി ഫയർഡ് ഓർ റിസൈൻഡ്. ഒന്നെങ്കിൽ നിങ്ങൾ തന്നെ റിസൈൻ ചെയ്ത് പൊക്കോ, അല്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ പുറത്താക്കും എന്ന് അദ്ദേഹത്തോട് പറയുമായിരിക്കും. പിന്നെ എന്താ പറയുക വെച്ചാൽ, ആഫ്റ്റർ ബീയിങ് ലീഡ് ഓഫ് AI ഹി ഹാസ് കംപ്ലീറ്റ്ലി ഫെയിൽഡ് ഓൺ ദിസ്. ഈ AI എന്ന കോൺസെപ്റ്റിന്റെ ലീഡ് ആയതിനു ശേഷം അദ്ദേഹം അതിനകത്ത് ഒരു രീതിയിലും വിജയിക്കാൻ അദ്ദേഹത്തിന് പറ്റിയില്ല, അദ്ദേഹം തോറ്റുപോയി എന്നാണ് ഇദ്ദേഹം പറയുന്നത്. കാരണം ഇപ്പോൾ ഒരു ആവശ്യത്തിന് ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യുന്നതിന് പകരം ചാറ്റ് GPT അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സർവീസസ് യൂസ് ചെയ്ത് സെർച്ച് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, അതായത് ജനങ്ങൾ സെർച്ച് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഗൂഗിൾ എന്ത് ചെയ്യും? ഗൂഗിൾ എങ്ങനെ സർവൈവ് ആകും? സോ ഗൂഗിളിന്റെ CEO എത്രയും പെട്ടെന്ന് ഇറങ്ങുന്നതാണ് നല്ലത് എന്ന് അദ്ദേഹം മാത്രമല്ല കുറെ പേര് പറയുന്നുണ്ട്. ഓക്കെ, സോ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സുന്ദർ പിച്ചയെ പിരിച്ചുവിടാൻ പോവാണെന്നൊക്കെ പറഞ്ഞിട്ട്. ബട്ട് ശരിക്കും സുന്ദർ പിച്ചയെ ഗൂഗിളിൽ നിന്ന് പിരിച്ചുവിടാൻ പോവാണോ എന്ന് ചോദിച്ചാൽ ഇതുവരെ അങ്ങനെ ഒരു ഇൻഫർമേഷനും ഒഫീഷ്യലി വന്നിട്ടില്ല. ആൻഡ് നോട്ട് ഓൺലി ദാറ്റ്, ഇത്രയും പവർഫുൾ ആയ ഒരു പൊസിഷനിൽ അദ്ദേഹത്തെ ഇരുത്തിയവർ ഇത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ അവിടുന്ന് മാറ്റുമെന്ന് എനിക്കും തോന്നുന്നില്ല. സുന്ദർ പിച്ചയും ഈ പ്രശ്നത്തിന് ഞങ്ങൾക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്, ഇത് റിസോൾവ് ചെയ്യാൻ കുറച്ച് ടൈം വേണം എന്നും പറഞ്ഞിട്ടുണ്ട്. സോ അദ്ദേഹത്തിന് ആ ടൈം കൊടുക്കണം എന്നതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. തീർച്ചയായിട്ടും തെറ്റുകൾ എല്ലാവർക്കും പറ്റും. ആ തെറ്റുകളൊക്കെ ശരിയാക്കിയിട്ട് ഒരു രീതിയിൽ അടുത്ത ഒരു പുതിയ റിനോവേറ്റീവ് ആയിട്ടുള്ള പുതിയ രീതിയിൽ അവർ തിരിച്ചു വരും എന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. സോ തീർച്ചയായിട്ടും സുന്ദർ പിച്ചൈ പറഞ്ഞതുപോലെ അവർക്ക് വേണ്ട ഇച്ചിരി ടൈം കൊടുക്കണം എന്നതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നത് കമന്റ് സെക്ഷനിൽ പറയുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ആൻഡ് ഈ പർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ച് ഇനിയും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നത് മാത്രമല്ലാതെ ആ നോട്ടിഫിക്കേഷൻ ഐക്കൺ പ്രസ് ചെയ്യുക. അപ്പോഴേ ഞാൻ ഒരു പുതിയ വീഡിയോ ഇടുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അപ്പോൾ തന്നെ അത് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരത്തുള്ളൂ. ആൻഡ് സുന്ദർ പിച്ചയുടെ ഫാൻസ് ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സിലുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.